നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ തുടങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുകയുള്ളൂ. പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ വേഗത്തിലാക്കാനും തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് പാലത്തിൽ നിരോധനം ഏർപ്പെടുത്തി. ഇന്ന് രാത്രി മുതലാണ് നിരോധനം പ്രാബല്യത്തിൽ വരിക. തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ PWD പാലം വിഭാഗം ചെയ്യേണ്ടതാണ്. രണ്ട് ഭാഗത്തും നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഹൈറ്റ് കൂടി കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും PWD വിഭാഗം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യാം. DO തലത്തിൽ രണ്ട് ജില്ലയിലെയും DO തലത്തിലേക്ക് നമുക്ക് കത്ത് കൊടുത്ത് സ്കൂളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാം. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടാളുകളെ മിനിമം എല്ലാ സമയത്തും ഇവിടേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ച് കൊടുമുടിയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവേഗപ്പുറയിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും വേണം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ അനുഭവപ്പെട്ടത്. ജോയിന്റ് സ്പാനുകളുടെ തകർച്ചയും കോൺക്രീറ്റ് പാളികൾ അടന്നുപോണതുമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ചരക്ക് വാഹനങ്ങൾക്ക് പാലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ചരക്ക് വാഹനങ്ങൾ മാത്രം നിയന്ത്രിച്ചാൽ പോരാ എന്ന തീരുമാനത്തിലാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ഹെവി വാഹനങ്ങൾക്ക് മുഴുവനായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മോട്ടോർ ബൈക്കുകൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവർക്ക് മാത്രമാണ് പാലത്തിലൂടെ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. മറ്റു എല്ലാ വാഹനങ്ങളും നിരോധിക്കും. പൊതുമരാമത്ത് വകുപ്പ്, പാലം വിഭാഗം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും യോഗത്തിലായിരുന്നു തീരുമാനം. പാലത്തിൽ ഹൈവേ റിസർച്ച് ടീം വിശദമായ പരിശോധന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. നിലവിൽ വലിയ ഗതാഗതക്കുരുക്കാണ് പാലത്തിന് ഇരുവശത്തും അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹെവി വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 തവണ നൽകിയ MP ഫണ്ട് പോലും വിനിയോഗിക്കാൻ കഴിയാത്തവരാണ് പട്ടാമ്പി നഗരസഭയുടെ ഭരണകർത്താക്കളെന്ന് VK ശ്രീകണ്ഠൻ MP. പട്ടാമ്പി ശങ്കരമംഗലത്ത് UDF പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി ശങ്കരമംഗലം ശിവക്ഷേത്ര ഊട്ടോത്തിലാണ് UDFന്റെ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. VK ശ്രീകണ്ഠൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് പട്ടാമ്പി നഗരസഭയിൽ നിലവിലുള്ളതെന്ന് VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ കാലാവസ്ഥയാണ് ഉള്ളതെന്നും വലിയ ഐക്യത്തോടെയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും VK ശ്രീകണ്ഠൻ സൂചിപ്പിച്ചു. കൃത്യമായി മുതലെടുത്തുകൊണ്ട് നമ്മുടെ എതിർപക്ഷം ഒരു തട്ടിക്കൂട്ട് നഗരസഭ സംവിധാനം ഭരണമുണ്ടാക്കി. പക്ഷെ വിലയിരുത്തേണ്ടത് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികയിലും പറഞ്ഞു, ഇതിനു മുമ്പുള്ള 5 വർഷത്തെ പ്രകടനം എങ്ങനെയായിരുന്നു, ഈ 5 വർഷത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താൻ ഒരു അവസരമായി അത് എന്നുള്ള കാര്യത്തിൽ തർക്കം. ആദ്യത്തെ 5 വർഷം നഗരസഭ രൂപീകരിച്ച് അല്ലേ, ആദ്യത്തെ 5 വർഷമാണ് അതിശക്തമായി പഞ്ചായത്ത് വിട്ടിട്ടുമില്ല, നഗരസഭ എത്തിയിട്ടുമില്ല. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാനത്ത് നിന്ന് സ്വന്തം തനത് ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ബൃഹത്തായ ഒരുപാട് പ്ലാനുകളുണ്ട്. വാർഡുകളിലേക്ക് ഒരുപാട് വികസന പ്രവർത്തനം നടന്നു. ആ വികസന പ്രവർത്തനത്തിന് തുടർച്ചയായിരിക്കണം പിന്നീട് വരുന്ന നഗരസഭ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക രാഷ്ട്രീയ സങ്കുചിത ലക്ഷ്യം വെച്ച് വിശാലമായ കാഴ്ചപ്പാടെല്ലാം ഇല്ലാതാക്കി ഒരു പ്രവർത്തനം നടത്തി പേരിൽ പല ഫണ്ടുകളും നമുക്ക് ലഭിച്ചത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതി MP എന്നുള്ള നിലയിൽ പട്ടാമ്പി നഗരസഭയ്ക്ക് 2 പ്രാവശ്യം അനുവദിച്ച ഫണ്ടും ഇന്ന് വരെ നടപ്പിലാക്കാൻ ഈ നഗരസഭാ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. KP വാപ്പുട്ടി, KR നാരായണസ്വാമി, CS സാജിദ്, C സംഗീത, ET ഉമ്മർ, അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കിഴായൂർ, AK അക്ബർ, MK മുഷ്താഖ്, KT മാനു, KB അനിത, ബിനി ഷാജി, K മാളക്കുട്ടി,
രഞ്ജു സിബി, ലതാകുമാരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇരുചക്ര വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് ഫാറൂഖിന് നാട് കണ്ണീരോടെ വിട നൽകി. അവസാനമായി ഒരു നോക്ക് കാണാൻ വിദ്യാലയമുറ്റത്തെത്തിയത് കൂട്ടുകാരും നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ ആയിരങ്ങൾ. തന്റെ കായിക സ്വപ്നങ്ങളെയും മോഹങ്ങളെയുമെല്ലാം ഓർമ്മകളിൽ മാത്രം അവശേഷിപ്പിച്ച് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫാറൂഖ് ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് ചാലിപ്പുറം കട്ടിൽമാടം നളന്ദ നഗറിൽ അംഗൻവാടിക്ക് സമീപം നടന്ന ഇരുചക്രവാഹന അപകടത്തിൽ ഫറൂഖിനെ ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിൽ സഹപാഠി അൻസിൽ റോഷനൊപ്പം യാത്ര ചെയ്യവേ സ്കൂട്ടർ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. അപകടത്തിൽ ഫറൂഖിന്റെ തല റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ ഫറൂഖ് മരണത്തിന് കീഴടങ്ങി. ഫറൂഖിന്റെ മരണത്തോടെ ഒരു മികച്ച കായിക താരത്തെ കൂടിയാണ് വിദ്യാലയത്തിനും നാടിനും നഷ്ടമായത്. ജില്ലാ ഹാൻഡ്ബോൾ ടീമിലെ ഏറ്റവും മികച്ച പ്ലെയറുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫറൂഖ്. ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മുഹമ്മദ് ഫറൂഖ് താൻ പഠിച്ച വിദ്യാലയത്തിലെ ഹാൻഡ്ബോൾ ടീമിൽ അംഗമായിരുന്നു. ഒരാഴ്ച മുമ്പ് നടന്ന തൃത്താല ഉപജില്ലാ കായികമേളയിൽ ഹാൻഡ്ബോളിൽ മുഹമ്മദ് ഫറൂഖ് സ്വർണം നേടുകയും ചെയ്തിരുന്നു. താൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു മികച്ച ടീം വാർത്തെടുക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അപ്രതീക്ഷിതമായെത്തിയ മരണം മുഹമ്മദ് ഫറൂഖിനെ തട്ടിയെടുക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:20 മുഹമ്മദ് ഫറൂഖിന്റെ ചേതനയേറ്റ ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവൻ പഠിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിലെത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയെ അവസാനമായി ഒരു നോക്കു കാണാൻ വിദ്യാലയത്തിലെ രാവിലെ മുതൽ തന്നെ സ്കൂളിലെത്തിയിരുന്നു. ഒപ്പം നാട്ടുകാരും കൂട്ടുകാരും ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകളും അന്തിമോപചാരമർപ്പിക്കാൻ വിദ്യാലയ മുറ്റത്തെത്തി. നാഗലശ്ശേരി സ്കൂളിലെ ഫിസിയോളജിക്കൽ സ്റ്റുഡൻസാണ്. എൻ്റെ സ്റ്റുഡൻ്റാണ് ഫാറൂഖ്. അവനിക്കൊല്ലം ഹാൻഡ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനൊരു ഫുട്ബോൾ പ്ലെയറാണ്. പക്ഷേ അവന് എല്ലാ ഗെയിമിലേക്കും ഇവിടെ ഫുട്ബോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഹാൻഡ്ബോൾ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ജില്ലാ ടീമിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കൊല്ലം ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ജില്ലാ ടീമിൽ കളിച്ചിട്ട് വരുമായിരുന്നു. ഈ ഞങ്ങളുടെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ അവൻ വേറെ വട്ടനാട് സ്കൂളിൽ പോയി ടീം ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു ടീമൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞതാണ്. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് സംഭവിച്ചത്. പിന്നെ കുട്ടി പൊതുവേ നമുക്ക് എല്ലാവർക്കും സ്വീകരണമായ ഒരു പയ്യനായിരുന്നു. എല്ലാവരായിട്ടും നന്നായിട്ട് ചിരിച്ച് കളിച്ച് പെരുമാറുന്ന, അധ്യാപകരോടൊക്കെ എപ്പോഴും നല്ല റെസ്പെക്റ്റോട് കൂടിയുള്ളത്. ഇതൊരു LP കൂടിയുള്ളൊരു സ്കൂളാണ്. അവനെ LP ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോട് കൂടി അവൻ ഇപ്പോഴും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവൻ പറയുന്നത് അവൻ സ്പോർട്സിലുള്ള കഴിവാണ് നമുക്ക് ഉള്ളത്. ഇപ്പോഴത്തെ പാലക്കാട് ജില്ലാ ഹാൻഡ്ബോൾ ടീമിലടക്കം ഇടം നേടിയ ഒരാളാണ് ഇവൻ. സ്റ്റേറ്റിൽ കളിക്കാൻ പോയിരുന്നു. എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ സ്കൂളിൽ മാത്രമല്ല കേട്ടോ, പബ്ലിക്കിനായിട്ടും ഭയങ്കര നല്ല പെരുമാറ്റമാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അന്തിമോപചാരമർപ്പിച്ച് മടങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഫറൂഖിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ചാലിപ്പുറം കട്ടിൽമാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിലേക്ക് യാത്രയായി. പരേതനായ അത്താണിക്കൽ മസ്തഫയാണ് മുഹമ്മദ് ഫറൂഖിന്റെ പിതാവ്. റസിയ മാതാവും. സിദ്ദീഖുൽ അക്ബർ, ഹസ്ന എന്നിവർ സഹോദരങ്ങളുമാണ്. നവംബർ 1 കേരള പിറവി ദിനം. മലയാളക്കര 69ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ്, മലബാർ, കാസർഗോഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്നത്തെ കേരളം രൂപീകരിച്ചത്. കേരനിരകളാടുന്ന കേരളം മലയാളികൾക്കിന്നും ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മയാണ്. കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ നിരവധി കഥകൾ നിലനിൽക്കുന്നുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്നാണ് ഒരു ഐതിഹ്യം. കൂടാതെ തെങ്ങുകൾ ധാരാളമായി കാണുന്നതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന കേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നും അറിയപ്പെടുന്നു. ഭൂപടമെടുത്ത് മേശപ്പുറത്ത് നിവർത്തിയാൽ ഭൂലോകത്തിന്റെ ഒരറ്റത്താണെന്ന് തോന്നും. കടലിലേക്ക് കിനിഞ്ഞിറങ്ങും പോലെ കേരളമെന്ന കുഞ്ഞുനാട്. ഐക്യകേരളത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കൊടുവിലായിരുന്നു പിറവി. മലയാള ഭാഷയുടെ മാത്രമല്ല, മതിലില്ലാത്ത മനസ്സുകളുടെയും മതേതര മൂല്യങ്ങളുടെയും കലവറയായിരുന്നു എന്നും കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പിറവി എന്നതിലപ്പുറം
സംസ്കാരം, ഭാഷ, മൂല്യങ്ങൾ, പൈതൃകം എന്നിവ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നു എന്നതും കേരളത്തിന്റെ നന്മയുടെ പ്രതീകം കൂടിയാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റെജീന ഉദ്ഘാടനം നിർവഹിച്ചു. 54 ലക്ഷം രൂപയാണ് ലിഫ്റ്റ് ഉൾപ്പെടെ നമ്മുടെ പിറകിൽ, അതായത് പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവായിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ലിഫ്റ്റിന്റെ അഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 18 ലക്ഷം രൂപയാണ് നമുക്കത് ടെൻഡേർഡ് എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ ആ തുക ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റിന്റെ പണി ഉദ്ഘാടനത്തിന് ശേഷം ചെയ്യാം. കാരണം ഒരു മാസക്കാലത്തോളം ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഉദ്ഘാടനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ലിഫ്റ്റിന്റെ പണി നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നടത്താം എന്നുള്ളത്. അവിടെ വാർപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് താമസിയാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ആ ആളെന്നോ 2 ആളുകളൊക്കെയാണ് ഉണ്ടാവുക ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇതിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്തവരുണ്ട്, അല്ലാത്ത രീതിയിൽ ചെയ്തവരുണ്ട്. എന്തായിരുന്നാലും അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിയവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ച് തരാൻ ആവശ്യമായിട്ടുള്ള വലിയ ഒരു സഹകരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. CDPO M ഉഷ പദ്ധതി വിശദീകരണം നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2021-25 വർഷങ്ങളിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫെസിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. 62 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി വകവരുത്തിയത്. ഇതിനു പുറമെ 10 ലക്ഷം രൂപയ്ക്കുള്ള ആധുനിക ഉപകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഡൗൺ സിൻഡ്രം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ വ്യത്യസ്ത തലത്തിലുള്ള കുട്ടികളുടെ പുനരധിവാസമാണ് ഈ സ്ഥാപനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സെൻസറി ഇഷ്യൂസ് പരിഹരിക്കാൻ സെൻസറി റൂം, ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സിനും സെൻസറി ഡെവലപ്മെന്റ്സിനും സഹായകരമാകുന്ന ഒക്യുപേഷണൽ തെറാപ്പി സൗകര്യങ്ങൾ, ന്യൂറോ ഡൈവേർജന്റായ കുട്ടികൾക്ക് സംസാരിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സ്പീച്ച് തെറാപ്പി സൗകര്യം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് പഠനത്തിനായി സഹായിക്കുന്ന ആധുനിക ഇന്ററാക്റ്റീവ് ബോർഡ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നാഗലശ്ശേരി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ചാലിശ്ശേരി പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, തിരുമിറ്റക്കോട് വൈസ് പ്രസിഡന്റ് C മനോമോഹൻ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ A കൃഷ്ണകുമാർ, TS ഷെറീന, ധന്യ സുരേന്ദ്രൻ, MT ഗീത, മുൻ MLA AT P കുഞ്ഞുണ്ണി, ആനി വിനു, VS ശിവാസ്, നിഖിൽ റോയ്, P കമ്മുണ്ണി, ബിന്ദു C, യൂസഫ് PV എന്നിവർ സംസാരിച്ചു. അഞ്ച് ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. പ്രീ പ്രൈമറി, ജനറൽ കലോത്സവം എന്നിവയോടെയാണ് ആദ്യ ദിനത്തിൽ വേദികൾ ഉണർന്നത്. നല്ലൊരു തൊപ്പിയുമായി വീടുകൾ തോറും കയറിയിറങ്ങി, തലയിൽ നല്ലൊരു തൊപ്പിയുമായി വീടുകൾ തോറും കയറിയിറങ്ങി. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം ചിത്രരചന, ജലച്ചായം, ഓയിൽ കളർ, കാർട്ടൂൺ മത്സരങ്ങളും വിവിധ വിഭാഗം രചനാ മത്സരങ്ങളും നടന്നു. കൂടാതെ പ്രീ പ്രൈമറി, ഫാൻസി ഡ്രസ്, ആംഗ്യപ്പാട്ട്, സംഘനൃത്തം, അഭിനയഗാനം, കഥാകഥനം മത്സരങ്ങളും നടന്നു. നവംബർ 1, 3, 4, 5, 6 തീയതികളായി നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം MP അബ്ദുൾ സമദ് സമദാനി നിർവഹിക്കും. പ്രമുഖ അഭിനേത്രി ബീന R ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃത്താല തദ്ദേശ സാരഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉപജില്ലയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്ന് 7000ഓളം കുട്ടികളാണ് ഇത്തവണ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. വേട്ടനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലും MK ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലുമായി മൺമറഞ്ഞ മഹാരഥന്മാരുടെ നാമധേയത്തിൽ 13 വേദികളാണ് മത്സരങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സംഘഗാന മത്സരം, മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ദേശഭക്തിഗാനാലാപനം, പ്രസംഗ മത്സരങ്ങൾ എന്നിവ നടക്കും. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. പട്ടാമ്പി നഗരസഭയിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തവണത്തെ
പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. നിലവിലെ തദ്ദേശ സാരഥികൾക്ക് പങ്കെടുക്കാവുന്ന അവസാന യോഗം കൂടിയായിരുന്നു ഇന്ന് നടന്നത്. എന്നാൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യമൊഴികെ താലൂക്കിലെ ഒരു ജനപ്രതിനിധികളും യോഗത്തിൽ എത്തിയില്ല. യോഗം തുടങ്ങിയ വേളയിൽ തന്നെ അസൗകര്യം അറിയിച്ച് ചെയർപേഴ്സൺ ഇറങ്ങിയതോടെ ഉദ്യോഗസ്ഥരുടെ യോഗമായി താലൂക്ക് വികസന സമിതി യോഗം മാറുകയും ചെയ്തു. 15 ആൾക്കാർ താമസം രീതിയിലും അവർക്ക് വേണ്ടത്ര സൗകര്യമോ മറ്റ് വാഷ്റൂമും ബാത്റൂമും ഒരു സൗകര്യമില്ലാത്ത രീതിയിലാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ കുറച്ച് മുന്നേ അതിലെ ടാങ്ക് കമ്പനി തുറന്നിട്ട് ഭാരതപ്പുഴയ്ക്ക് വിടുന്ന ഒരവസ്ഥയുണ്ടായി. പലതും മോട്ടോർ ഉപയോഗിച്ച് കയറ്റിക്കൊണ്ട് അതിൻ്റെ പുറമെ നേരിട്ട് പുഴയ്ക്ക് തുറന്നു വിടുന്ന രീതിയിലും അത് നമുക്ക് വേനൽക്കാലാവുന്ന സമയത്ത് ഈ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പട്ടാമ്പി ടൗണിൽ ഉപയോഗിക്കുന്നത് മൊത്തം ഇതിൻ്റെ ഭാഗമായിട്ട് പാവർട്ടി വരെയുള്ള കുടിവെള്ളം ഗുരുവായൂരടക്കം ഉപയോഗിക്കുന്ന ഈ വെള്ളം. അപ്പോൾ അത് വളരെ സങ്കീർണമായ പ്രശ്നമാണ്. നമ്മൾക്ക് പരാതി കൊടുത്തിട്ട് നമ്മൾ വേറെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ജോയിൻ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഒന്ന് അർസനായിട്ട് തന്നെ നേരിട്ടുള്ള വേണ്ടി ഒരു അന്ന് ചെയർപേഴ്സൺ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കത്ത് ജോയിൻ്റ് ഇൻസ്പെക്ഷൻ മുനിസിപ്പാലിറ്റി വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് റവന്യൂ സ്റ്റാർട്ടിങ് തരാം. പിന്നെ അവിടുന്ന് ആരോഗ്യ വകുപ്പ് ഉണ്ടായിരുന്നു. പട്ടാമ്പിയിലെ അതിഥിത്തൊഴിലാളി ക്യാമ്പുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭാരതപ്പുഴയിലേക്ക് തള്ളുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സംയുക്ത പരിശോധന ഉടൻ നടത്തുമെന്നും യോഗത്തിൽ തഹസിൽദാർ ടി പി കിഷോർ സൂചിപ്പിച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും കുടിവെള്ള പൈപ്പുകളുടെ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഓൾറെഡി കുറച്ച് കണക്ഷൻസ് കൊടുക്കേണ്ടത് ആ പ്രശ്നങ്ങൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൽപ്പന ജംഗ്ഷൻ മുതൽ SD വരെയുള്ള കുടിവെള്ള പ്രശ്നം ഓൾമോസ്റ്റ് തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും യോഗത്തിൽ ഉണ്ടായി. ജനപ്രതിനിധിയുടെ അഭാവത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടത്താതെയാണ് യോഗം പിരിഞ്ഞത്. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന EP ഗോപാലനെ കൊപ്പം മണ്ണേങ്ങാട്ട് അനുസ്മരിച്ചു. EP-യുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് EP-യുടെ മാവിൻ ചുവട്ടിൽ സ്നേഹസംഗമവും ഒരുക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പട്ടാമ്പിയിലെ പ്രഥമ നിയമസഭാ സാമാജികനുമായിരുന്ന EP ഗോപാലന്റെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കൊപ്പം മണ്ണേങ്കോട് അനുസ്മരണ പരിപാടികൾ നടത്തിയത്. രാവിലെ EP-യുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. മുൻ മന്ത്രി KE ഇസ്മയിലാണ് ആദ്യം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത്. അനുസ്മരണ പരിപാടികൾക്ക് നിൽക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പിന്നീട് CPI കേന്ദ്ര സെക്രട്ടറി അംഗം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് EP-യുടെ മാവിൻ ചുവട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. EP-യെ അറിയുന്നവരും EP-ക്കൊപ്പം കർമ്മപഥത്തിലുണ്ടായിരുന്നവരും ഉൾപ്പെടെയുള്ളവരും അനുസ്മരണ സംഗമത്തിൽ പങ്കെടുത്തു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു. ധീരനായ ജനകീയ പോരാളിയായിരുന്നു EP എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു. ഇത്രയും വേരോടുകൂടി പൊരുതിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അധികം കാണാൻ കഴിയുമെന്ന്, അതുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു EP എന്ന് നമുക്ക് പറയേണ്ടി വരും. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ EP പെരിന്തൽമണ്ണ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതൊക്കെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ വ്യക്തിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പലരും ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്
എടുത്തെറിയപ്പെട്ടവരായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്ന EP-യുടെ അധ്യാപകൻ കൂടിയായിരുന്ന പ്രൊഫസർ KC അരുണ അധ്യക്ഷയായിരുന്നു. KP സുരേഷ് രാജ്, MN കരുണാകരൻ, V ചാമുണ്ണി, മുൻ MLA CP മുഹമ്മദ്, T ഗോപാലകൃഷ്ണൻ, K ഷാജഹാൻ, OK സേതലവി, സുബൈദ ഇസഹാഖ്, CP ചിത്ര ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. പരുതൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സക്കറിയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. MP ഹസൻ, ഫഹിദ ജലീൽ, AKM അലി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.